ഒരു സ്പോൺസർഷിപ്പ് വിസയിൽ അയർലാൻഡിലേക്ക് എങ്ങനെ പോകാൻ പറ്റും, എങ്ങനെ അവിടെ പോയിട്ട് ജോലി ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോണത്. സ്പോൺസർഷിപ്പ് വിസ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്രീ ആയിട്ട് നമുക്ക് അയർലാൻഡിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഇങ്ങനെ പോകാനായിട്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റോ, അതായത് IELTS, TOEFL, OET, PT ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഫ്രീ ആയിട്ടുള്ള വിസകളാണ്. അതുപോലെ തന്നെ കമൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോഴും പലരും ചോദിക്കുന്നതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസൊക്കെ എത്ര വേണ്ടി വരും എന്നുള്ളത്. ആക്ച്വലി നമുക്ക് ഇവർ പറയുന്നത് നമുക്ക് 10 അല്ലെങ്കിൽ +2 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോബുകളും അവിടെ നമുക്ക് അവൈലബിൾ ആണ്. സോ ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ ഒരു സ്കിൽഡ് അല്ലെങ്കിൽ ഒരു അൺസ്കിൽഡ് ജോബുകളും നമുക്കവിടെ ഈസി ആയിട്ട് കിട്ടും. അങ്ങനെയുള്ളവർക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പല ഐഡിയാസ് ഉണ്ടാവും, വർക്ക് പെർമിറ്റ്സിനെ കുറിച്ചിട്ട്, വിസകളെ കുറിച്ചിട്ട്, VFXനെ കുറിച്ചിട്ട്. അപ്പോൾ ഒരു 0% നോളേജ് ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കറക്റ്റായിട്ട് തന്നെ അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഫസ്റ്റ് മുതൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മൾ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വിസ വേണം, പെർമിറ്റ് വേണം, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ അവിടെ ഒരു ജോബ് നമ്മൾ സെക്യൂർ ചെയ്യണം, ഒരു ജോബ് നമ്മളവിടെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസകളിൽ ഒരു ജോബ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് വഴി അപ്ലൈ ചെയ്യണം എന്നുള്ളത് എപ്പോഴും പറയുന്ന കാര്യമാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ലിങ്ക്ഡ്ഇനോ, ഇൻഡീഡ് അല്ലെങ്കിൽ US പോർട്ടൽ ഏതാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ അതിലൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു വെബ്സൈറ്റിലേക്കാണ് പോവുക, അല്ലേ? ആ ഒരു കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അതിൽ കരിയർ ഓപ്ഷൻ അല്ലെങ്കിൽ ജോബ് എന്നൊക്കെ നോക്കിയിട്ട് അതിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളും കൂടി ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് നോക്കാം. Hi everyone, it's me Shyam and this is Wayfarer Insights. സോ അപ്പോൾ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അയർലാൻഡിലേക്കാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കുറേ ടോപ്പ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് ഉണ്ടാവും. അതായത് റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് സാധാരണ ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കാറ്. അയർലാൻഡിലത്തെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്. ഇപ്പോൾ നമ്മൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാറ്, സാധാരണ ഒരു ഏജൻസി പോയിട്ട് നമ്മൾ ചെയ്യും, അങ്ങനെയല്ലേ ചെയ്യാറ്. അപ്പോൾ ഈ ഒരു അയർലാൻഡിലത്തെ കുറച്ച് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ വഴി അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ കമ്പനീസും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത ആളുകൾ ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യും. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മളുടെ ആ ഒരു പ്രൊഫൈൽ ഈ ഒരു കമ്പനിക്ക് അവർ അത് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യാറ്. ഞാൻ എന്തായാലും സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു പേജ് കാണാൻ പറ്റും, ടോപ്പ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് ഇൻ അയർലാൻഡ്. ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസാണ് കേട്ടോ ഇത്. അതായത് കൺസ്ട്രക്ഷൻ സെക്ടേഴ്സിൽ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് ഏതൊക്കെ കമ്പനീസാണ് എന്നുള്ളതാണ് ഫസ്റ്റ് പേജിൽ കാണുന്നത്. പിന്നെ രണ്ടാമത്തേൽ നമുക്കത് ഏതൊക്കെ വെബ്സൈറ്റ്, അതിൻ്റെ വെബ്സൈറ്റാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇപ്പുറത്ത് നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ഫോൺ നമ്പറും അവിടുത്തെ ഇമെയിൽ അഡ്രസ്സും ഉണ്ട്. ഇങ്ങനെ കൺസ്ട്രക്ഷൻ സെക്ടർ, ഹെൽത്ത് കെയർ, നഴ്സിംഗ് സെക്ടർ, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് സെക്ടർ, IT ടെക്നോളജി സെക്ടർ, ഹെൽത്ത് സേഫ്റ്റി സെക്ടർ, ക്രിയേറ്റീവ് ഡിസൈനർ, മാർക്കറ്റിംഗ് ആൻഡ് ആർട്ട് സെക്ടർ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ സെക്ടർ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിങ്, ഫാർമസ്യൂട്ടിക്കൽ, ലൈഫ് സയൻസ് സെക്ടർ, റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി സെക്ടർ, ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേഷൻ, സെയിൽസ് മാർക്കറ്റിംഗ് സെക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് സെക്ടേഴ്സ് കേട്ടോ. ഏകദേശം 200+ ഇതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസിൻ്റെ പേരാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ അതിൻ്റെ വെബ്സൈറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഏജൻസീനെ ഞാൻ കാണിച്ചു തരാം. ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസീൻ്റെ ആദ്യം ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ സിഗ്മാർ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസിൻ്റെ വെബ്സൈറ്റ് പേര് നമുക്ക് കാണാൻ പറ്റും. തൊട്ടിപ്പുറത്ത് അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും വെബ്സൈറ്റും ഒക്കെ കാണാൻ പറ്റും. ഇവരുടെ ഈ വെബ്സൈറ്റിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രോമിക്ക് റീഡയറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് സിഗ്മാർ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസിൻ്റെ വെബ്സൈറ്റ്. നമുക്കിവിടെ കാണാൻ പറ്റും ഫൈൻഡ് യുവർ ഡ്രീം ജോബ്, ലുക്കിംഗ് ഫോർ ജോബ്. നമ്മളിപ്പോൾ ജോബ് നോക്കുകയാണെങ്കിൽ അതിലേക്ക് ചെയ്യുക. ലുക്കിംഗ് ടു ഹയർ, ഇപ്പോൾ നമ്മളിങ്ങനെ അവിടെ അപ്ലൈ ചെയ്ത ആളുകളെ, കാൻഡിഡേറ്റ്സിനെ എടുക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്കുള്ള ഓപ്ഷനാണ് അത്. സോ നമ്മളിതിൽ ലുക്കിംഗ് ഫോർ ജോബിൽ പോവുക.
ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഒരുപാട് എണ്ണം കാണാൻ പറ്റും കേട്ടോ. പിസ്സ സ്റ്റോർ അസിസ്റ്റൻറ്റ് മാനേജർ, റിസപ്ഷനിസ്റ്റ്, അസിസ്റ്റൻറ്റ് സ്റ്റോർ മാനേജർ, ഡാറ്റ പ്രൊജക്റ്റ് കോർഡിനേറ്റർ, ഫ്രഞ്ച് ലീഗൽ, ടെക്നിക്കൽ പ്രൊജക്റ്റ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ. നമുക്കിവിടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും ഏതാ വേണ്ടത് എന്നുള്ളത്, അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമ്മളൊരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ കൺസ്ട്രക്ഷൻ സെക്ടേഴ്സിലാട്ടോ ഈ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസിൻ്റെ ഒക്കെ വരുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കൺസ്ട്രക്ഷൻ സെക്ടറിനെയാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഹെൽത്ത് കെയർ, നഴ്സിംഗ് സെക്ടർ, അതിലൊക്കെ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഏജൻസീസിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫിനാൻസ്, അക്കൗണ്ടിങ്, ഇവരുടെയിലൊക്കെ ഏതാണ് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അവരുടെ വെബ്സൈറ്റ് ഒക്കെ ഇതിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതിൽ പോയിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുക. ഓക്കെ, അതിൽ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുവഴിയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടാണ് കേട്ടോ ചെയ്തു തരാറുള്ളത്. ഒരിക്കലും റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസൊന്നും നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങില്ല. കാരണം അവർക്ക് അവരുടെ ആ ഒരു കമ്പനി വഴി കമ്മീഷൻ കിട്ടുകയാണ് ചെയ്യാറ്. അങ്ങനെ നമ്മളുടെ ഏതെങ്കിലും ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയൊക്കെ അവിടുത്തെ അങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയാണ്, അങ്ങനെ വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സ്കാമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഇവിടെ അയർലാൻഡിൽ തന്നെ കമ്പനീസിൻ്റെ ലിസ്റ്റ്, ഇതിലൊരുപാട് കമ്പനീസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഏകദേശം 5991 കമ്പനീൻ്റെ ലിസ്റ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു 2024 എത്ര വിസ പെർമിറ്റുകൾ അപ്രൂവ് ആയിട്ടുണ്ട്, ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. 27,181 എണ്ണം ടോട്ടലി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെ മാസം, ഈ 2024 കാര്യമാണ് കേട്ടോ പറയുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, അങ്ങനെ ലാസ്റ്റ് മന്ത് വരെ ഉള്ളത് ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ കമ്പനീസിൻ്റെ പേരും അതിൽ ഓരോ കമ്പനീസും ഏതൊക്കെ മാസം എത്രണ്ണമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ഈ കമ്പനീൻ്റെ പേര് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഞാനിതിൻ്റെ ഡോക്യുമെൻറ്റ് ഫയലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുക. സോ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കോപ്പി ചെയ്യുക. അതുപോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ബ്രൗസറിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കമ്പനീൻ്റെ ഒഫീഷ്യൽ പേജിലേക്ക് ഏറ്റവും ഫസ്റ്റ് തന്നെ അവരുടെ ഒഫീഷ്യൽ പേജ് ഉണ്ടാവും, അതിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അതിൽ പോയാൽ നമുക്ക് അവരുടെ കരിയർ ഓപ്ഷൻസ് പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതൊരു മാർഗ്ഗമാണ്, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കമ്പനീസിൻ്റെ പേര്, ഒരുപാട് എംപ്ലോയേഴ്സിൻ്റെ നെയിംസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, അതൊരു മാർഗ്ഗമാണ്, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ വേറൊരു PDF ഫയലും കൂടി, ഡോക്യുമെൻറ്റ് ഫയൽ കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ഫയൽസൊക്കെ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ കോൺട്രാക്ടർ ജോബ്സിന്, അതായത് കൺസ്ട്രക്ഷൻ ജോബ്സിനാണ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 100 എണ്ണം, അവിടുത്തെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു 100 കമ്പനീസിൻ്റെ പേര്, അവിടുത്തെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള കമ്പനീസിൻ്റെ പേരും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഒരു 100 കൺസ്ട്രക്ഷൻ കമ്പനീസിൻ്റെ പേരുണ്ട്, അവരുടെ വെബ്സൈറ്റ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ആ ഒരു വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക, അങ്ങനെ നമ്മളുടെ സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആവണതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഇതിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മളുടെ വാക്കൻസീസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ജസ്റ്റ് അപ്ലൈ ചെയ്യുക. ഇവിടെ ഒരു ഓവർ വാക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോൺട്രാക്ടർ കമ്പനീസിൽ ഏതൊക്കെ വാക്കൻസികളാണ് എന്നുള്ളത് ഇവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓവർ കറണ്ട് വാക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളതൊക്കെ ഇവിടെ താഴെ അവർ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഇതിൽ കാണാൻ പറ്റും. സോ ഇതൊക്കെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ആവശ്യമുള്ളതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ആദ്യം നിങ്ങൾ അവിടുന്ന് ഇങ്ങനെ ഒരു ജോബ്, ഒരു സ്പോൺസർഷിപ്പ് ജോബ് നിങ്ങൾ ആദ്യം സെക്യൂർ ചെയ്യുക. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഒരുപാട് കമ്പനീസിൻ്റെ ലിസ്റ്റ് ഉണ്ട്, അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാതും വഴി ചെയ്യുക, ഓരോ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസും വഴി നിങ്ങൾ ചെയ്യുക, അങ്ങനെ ഒരു ജോബ് സെക്യൂർ ചെയ്യുക. ദെൻ അതിനുശേഷം ഒരു ജോബ് ഓഫർ നിങ്ങൾക്ക് വരും. നിങ്ങളുടെ എംപ്ലോയർ എന്താ ചെയ്യേണ്ടത്, പിന്നെ വർക്ക് പെർമിറ്റിൻ്റെ കാര്യവും VFXൻ്റെ കാര്യമൊക്കെ അവർ മെൻഷൻ ചെയ്യും. അതുപോലെ നിങ്ങൾ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ അയർലാൻഡിലേക്കുള്ള ഒരു സ്പോൺസർഷിപ്പ് ജോബ് കണ്ടെത്തേണ്ടത്. അതുപോലെ തന്നെ ഇനി എന്തായാലും ഇതുപോലത്തെ ഡീറ്റെയിൽസൊക്കെ ഈ ഒരു ചാനലിൽ ഇനിയും ചെയ്യണതായിരിക്കും. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലത്തെയുള്ള വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഞാൻ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക്, അല്ലെങ്കിൽ ഞാൻ ആ ഒരു ഡയറക്റ്റുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യുക.
ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷ്യാം, ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്, and this channel won't disappoint you, and thanks for watching.